നമസ്കാരം. JP ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നരേന്ദ്രമോദിയുടെ ഇപ്രാവശ്യത്തെ സ്വാതന്ത്ര്യദിനത്തിലെ പ്രസംഗം കേട്ട് ജനങ്ങൾ കാർക്കിച്ച് തുപ്പുകയാണ്. സാധാരണ മോദിയുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ മന്ദഭക്തർക്ക് വലിയ ആവേശമാണ് ഉണ്ടാവുന്നത്. എന്നാൽ മോദിയുടെ തലച്ചോറില്ലാത്ത മന്ദഭക്തർക്ക് പോലും ഇപ്രാവശ്യത്തെ സ്വാതന്ത്ര്യദിനത്തിലെ മോദിയുടെ വെർബൽ ഡയറിയ ഒരു ആവേശവും ഉണ്ടാക്കിയില്ല. ജനങ്ങൾ എതിരാവുമ്പോൾ മോദി എപ്പോഴും അവരെ വിളിക്കുന്നത് അർബൻ നക്സൽ, പാകിസ്ഥാനി എന്നൊക്കെയായിരുന്നു. എന്നാൽ ഇപ്രാവശ്യത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മോദി രാജ്യത്തെ ജൻ സി ചെറുപ്പക്കാരെ വിളിച്ചത് എന്താണെന്നോ? ബുദ്ധിയുള്ള നക്സലുകൾ എന്ന്. മോദി ഇവിടെ രാജ്യത്തെ വിവേകമുള്ള ജനങ്ങളെ മുഴുവനെയും പ്രത്യേകിച്ച് ജൻസിയെയും നക്സലുകളായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതും മോദിയുടെ വിഡ്ഢിപ്രസംഗത്തെ കോൺഗ്രസിന്റെ തീപ്പൊരി വക്താവ് പവൻ ഖേര വലിച്ചു കീറുന്നതും നമുക്ക് വ്യക്തമായി കാണാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മോദിയുടെ പഴകിയ അഭ്യാസങ്ങൾ ഇനി ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിൽ ഏശുകയില്ല എന്ന കാര്യം മോദി മറന്നുപോയി. പഴയതുപോലെ നക്സൽ എന്നും പാകിസ്ഥാനി എന്നും ദേശദ്രോഹി എന്നും വിളിച്ചാൽ ജനങ്ങൾ അത് കേട്ട് നിൽക്കുകയില്ല എന്ന് ഇതുവരെ മോദിക്ക് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരം ഉണ്ടായിട്ടില്ല എന്ന് വേണം വിചാരിക്കാൻ. ഇവിടെ രാജ്യത്തെ വിവരമുള്ള ജനങ്ങളെക്കുറിച്ച്, ബുദ്ധിയുള്ള ജനങ്ങളെക്കുറിച്ച്, ജൻസിയെക്കുറിച്ച് മോദി പറയുന്നത് കേട്ടുകൊള്ളൂ. हथियारी नक्सल तो गए, लेकिन दिमागी नक्सल, ये दिमागी नक्सल मौके की तलाश में है। हिंसा, अराजकता के वो रास्ते खोज रहे हैं। समाज को गलत राह पर घसीटने के लिए भांति भांति के दांव कर रहे हैं। इन दिमागी नक्सलियों को पहचानना होगा, इन दिमागी नक्सलियों को आइसोलेट करना होगा. ആയുധമേന്തിയ നക്സലുകൾ പോയി, എന്നാൽ ബുദ്ധിയുള്ള നക്സലുകൾ, ഈ ബുദ്ധിയുള്ള നക്സലുകൾ അവസരങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. അക്രമത്തിന്റെയും അരാജകത്വത്തിന്റെയും വഴികൾ അവർ തിരയുകയാണ്. സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് വലിച്ചിഴയ്ക്കാൻ അവർ പലതരം തന്ത്രങ്ങൾ പയറ്റുന്നു. ഈ ബുദ്ധിയുള്ള നക്സലുകളെ തിരിച്ചറിയണം. ഈ ബുദ്ധിയുള്ള നക്സലുകളെ ഒറ്റപ്പെടുത്തണം. അതായത് മോദി പറയുന്നത്, മോദിക്ക് രാജ്യത്ത് ബുദ്ധിയില്ലാത്ത, വിവരമില്ലാത്ത, തലയ്ക്കകത്ത് ആൾതാമസമില്ലാത്ത സംഘികൾ മാത്രം മതി എന്നാണ്. ബാക്കിയുള്ളവരെല്ലാം വിവരമുള്ള ഞാനും നിങ്ങളും ഈ രാജ്യത്തെ ജൻസിയും മോദിക്ക് നക്സലുകളാണ്. ബുദ്ധിയുള്ളവർ എല്ലാം നക്സലുകൾ, തലച്ചോറില്ലാത്ത സംഘികൾ മാത്രമേ മോദിക്ക് നക്സലുകൾ അല്ലാത്തവർ ആയുള്ളൂ. മോദിയുടെ സ്വാതന്ത്ര്യദിനത്തിലെ വിഡ്ഢിപ്രസംഗത്തെ വ്യക്തമായി തുറന്നു കാണിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ തീപ്പൊരി വക്താവ് പവൻ ഖേര പറയുന്നത് മുഴുവനായി കേൾക്കേണ്ടതാണ്. अगस्त की सुबह प्रधानमंत्री का भाषण सुनने का एक अलग चाव होता था. लोग रुक रुक कर सुनते थे. वो बात खत्म हो गई. प्रधानमंत्री जब टीवी पर आते हैं, लोग टीवी बंद कर देते हैं. पीपल फाइंड हिज वर्ड्स बिटर, हिज टोन टायर्ड. अब प्रधानमंत्री के मुंह से निकले हुए शब्दों की कोई गंभीरता नहीं रही, कोई मर्यादा नहीं रही. ഓഗസ്റ്റ് 15 രാവിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ പണ്ടൊരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. ആളുകൾ വഴിയിൽ നിന്ന് പോലും അത് നിർത്തി കേൾക്കുമായിരുന്നു. എന്നാൽ ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പ്രധാനമന്ത്രി ടിവിയിൽ വരുമ്പോൾ ആളുകൾ TV ഓഫ് ചെയ്തു വയ്ക്കുകയാണ്. ആളുകൾക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കയ്പും ശബ്ദത്തിൽ തളർച്ചയുമാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് യാതൊരു ഗൗരവമോ മര്യാദയോ ഇല്ലാതായിരിക്കുന്നു. आज फिर सुबह जब प्रधानमंत्री बोल रहे थे तो पहली बात तो बड़ी अटपटी लगी कि साहब जैन जी को ये कहते हैं दिमागी नक्सल. अरे ये दिमागी नक्सल नहीं है साहब. किसी दिन पलट के आपको दिमागी हिटलर कह देंगे या कह देंगे बिना दिमाग वाले, तो आप सदमे में फिर रीलबाजी शुरू कर देंगे. इसलिए सब मत कहा करें. ये कोई लॉलीपॉप जनरेशन नहीं है कि साहब मैं ऑनलाइन कोर्सेज लाऊंगा. ई विद्या क्या था फिर आपका? कुछ साल पहले ई विद्या भी तो लाए थे, खत्म हो गया वो, अब नाम बदल दिया उसका. डोंट ट्रीट Gen Z as a lollipop generation. This is a generation which can take resignations. ഇന്ന് രാവിലെയും പ്രധാനമന്ത്രി സംസാരിച്ചപ്പോൾ വളരെ വിചിത്രമായ കാര്യങ്ങളാണ് കേട്ടത്. ജൻസിയെ അദ്ദേഹം ദിമാഗി നക്സൽ, ബുദ്ധിപരമായ നക്സലുകൾ എന്ന് വിളിക്കുന്നു. ഇത് ബുദ്ധിപരമായ നക്സൽ ഒന്നുമല്ല സാബ്. ഏതെങ്കിലും ഒരു ദിവസം ഇവർ തിരിച്ച് നിങ്ങളെ ദിമാഗി ഹിറ്റ്ലർ, ബുദ്ധിപരമായ ഹിറ്റ്ലർ എന്നോ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തവൻ എന്നോ വിളിച്ചാൽ നിങ്ങൾ വീണ്ടും വിഷമത്തിലായി റീലുകൾ ഉണ്ടാക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയരുത്. ഇതൊന്നും ഓൺലൈൻ കോഴ്സുകൾ കൊണ്ടുവന്ന് തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ഒരു ലോലിപോപ്പ് ജനറേഷൻ അല്ല. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ്
നിങ്ങൾ കൊണ്ടുവന്ന ഈ വിദ്യാ പദ്ധതിക്ക് എന്തു പറ്റി? അത് അവസാനിച്ചോ അതോ പേര് മാറ്റിയോ? ജെൻ സിയെ ഒരു ലോലിപോപ്പ് തലമുറയായി കാണരുത്. ഇത് രാജിവെപ്പിക്കാൻ ശേഷിയുള്ള ഒരു തലമുറയാണ്. ये पीढ़ी जब सड़क पर आती है तो इस्तीफे लेकर जाती है. अब भी अगर आप नहीं सुधरे, अब भी अगर आप नहीं संभले, फिर आप जानिए. आज एक और बात बड़ी अटपटी लगी, आनंद भी आया. टेलीप्रॉम्प्टर से आप पेपर पर आ गए तो जबान लड़खड़ा गई. सोचिए किसी दिन ईवीएम से पेपर बैलेट पर आ गए तो क्या होगा. महिलाओं की अगर आप बात करते हैं, महिला बिल, आरक्षण बिल की बात करते हैं, तो याद करिए 2023 सितंबर में वो बिल पास हुआ, 2026 की अप्रैल तक आप उस पर बैठे रहे, नोटिफाई तक नहीं किया. क्यों? जवाब दीजिए. और महिलाओं की सुरक्षा की जब आप बात करेंगे तो अंकिता भंडारी, बिल्किस बानो, कठुआ, हाथरस, उन्नाव, ये सब याद करने के बाद आपका मुंह खुद बंद हो जाएगा, आपको बोलना नहीं पड़ेगा. अपने कारनामे, अपने पार्टी के कारनामे याद आ जाएंगे आपको, इसलिए छोड़ दीजिए ये सब बोलना. ഈ തലമുറ തെരുവിലിറങ്ങിയാൽ രാജി വാങ്ങിച്ച് മടങ്ങൂ. ഇപ്പോഴെങ്കിലും നിങ്ങൾ സ്വയം നിർത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇന്ന് മറ്റൊരു വിചിത്രമായ കാര്യം കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. ടെലിപ്രോംപ്റ്ററിൽ നിന്ന് പേപ്പറിലേക്ക് മാറിയപ്പോൾ നിങ്ങളുടെ നാക്ക് വഴങ്ങാതെയായി, വാക്കുകൾ ഇടറി. ആലോചിച്ചു നോക്കൂ, എന്ന് EVM-ൽ നിന്ന് ബാലറ്റ് പേപ്പറിലേക്ക് മാറുന്നോ അന്ന് എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? വനിതകളുടെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നു, വനിതാ സംവരണ ബില്ലിനെ കുറിച്ച് പറയുന്നു. എന്നാൽ ഓർക്കുക, 2023 സെപ്റ്റംബറിൽ പാസാക്കിയ ആ ബില്ലിൽ 2026 ഏപ്രിൽ ആയിട്ട് പോലും ഒരു വിജ്ഞാപനം പോലും ഇറക്കാതെ നിങ്ങൾ അടയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഇതിന് മറുപടി തരൂ. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്കിത ഭണ്ഡാരി, ബിൽക്കിസ് ബാനു, കത്വ, ഹാത്രസ്, ഉന്നാവ് ഇവയൊക്കെ ഓർക്കുമ്പോൾ നിങ്ങളുടെ വായ താനെ അടഞ്ഞു പോകും. നിങ്ങൾക്ക് ഒന്നും പറയാൻ ബാക്കിയുണ്ടാകില്ല. നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ടിയുടെയും കാപട്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഓർമ്മ വരും. खरगे जी नहीं आए, बड़ी शिकायत थी आपको. क्यों? खरगे जी का फिर से अपमान करना था, फिर से शुद्धिकरण करना चाहते थे उस जगह का जहां खरगे जी आएंगे. अरे छोड़िए, ये वो पार्टी है जिसने स्वतंत्रता के आंदोलन में हिस्सा लिया. वो कार्यक्रम में हिस्सा ले न ले कोई मायने नहीं रखता. जिन्होंने स्वतंत्रता के संग्राम में हिस्सा नहीं लिया वो कार्यक्रम करिए, करें आराम से, साफे बांध बांध कर, कोई दिक्कत नहीं है. ഖാർഗേജി പ്രസംഗത്തിന് വന്നില്ലെന്ന് വലിയ പരാതിയാണല്ലോ. എന്താണ്, ഖാർഗേജിയെ വീണ്ടും അപമാനിക്കണമായിരുന്നോ? അദ്ദേഹം വരുന്ന സ്ഥലം വീണ്ടും ശുദ്ധീകരണം നടത്തണമായിരുന്നോ? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു പാർട്ടിയാണിത്. അവർ ചടങ്ങിൽ പങ്കെടുത്താലും ഇല്ലെങ്കിലും ഒരു മാറ്റവുമില്ല. എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ലാത്തവർ വേണമെങ്കിൽ തലപ്പാവൊക്കെ കെട്ടി ആഘോഷിച്ചോട്ടെ, ഒരു കുഴപ്പവുമില്ല. आज आपकी आईटी सेल ने आपको आईना दिखा दिया. नॉर्मली क्या होता है, आईटी सेल जो आप कहते हो उसका प्रचार करती है. आज आईटी सेल आपका प्रचार नहीं कर पाई, बोर हो गए. वो भी कांग्रेस का सहारा ले रहे, कांग्रेस की निंदा, कांग्रेस से सवाल. अरे भाई, आज तो आपके भाषण को चलाना था, आज भी कांग्रेस को चला रहे हैं. तो सोचिए, समय बदल चुका है. कहते हैं मैं स्टेबल गवर्नमेंट चलाता हूं. प्रधानमंत्री जी, एक बहुत मशहूर सीरीज है गेम ऑफ थ्रोन्स, उसमें एक सन की बादशाह है जॉफ्री. उसके नाना उसको सलाह देते हैं कि जो राजा होता है ना, उसको ये बोलना नहीं पड़ता कि मैं राजा हूं, मैं स्टेबल हूं. ये बोलने की जरूरत क्यों आ गई आपको? क्या अनस्टेबल हो गए हो? जय हिंद. ഇന്ന് നിങ്ങളുടെ IT സെൽ തന്നെ നിങ്ങൾക്ക് കണ്ണാടി കാണിച്ചു തന്നു. സാധാരണ നിങ്ങളുടെ IT സെൽ നിങ്ങൾ പറയുന്നത് പ്രചരിപ്പിക്കാറാണ് പതിവ്. എന്നാൽ ഇന്ന് അവർക്ക് പോലും ബോറടിച്ചു. ഇന്ന് അവരും കോൺഗ്രസിനെ കുറ്റം പറഞ്ഞാണ് സമയം തള്ളുന്നത്. ഇന്ന് നിങ്ങളുടെ പ്രസംഗം കൊടുക്കുന്നതിന് പകരം അവർ കോൺഗ്രസിനെ കുറിച്ച് സംസാരിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കൂ, സമയം മാറിപ്പോയി. നിങ്ങൾ പറയുന്നു സ്ഥിരതയുള്ള ഭരണകൂടമാണ് ഭരണം നടത്തുന്നത് എന്ന്. പ്രധാനമന്ത്രിജി, ഗെയിം ഓഫ് ത്രോൺസ് എന്ന പ്രശസ്തമായ ഒരു പരമ്പരയുണ്ട്. അതിൽ ജോഫ്രി എന്നൊരു ഭ്രാന്തനായ രാജാവുണ്ട്. അവൻ്റെ മുത്തശ്ശൻ അവനോട് ഒരു ഉപദേശം നൽകുന്നുണ്ട്. യഥാർത്ഥ രാജാവായ ഒരുത്തന് താൻ രാജാവാണെന്ന് എപ്പോഴും വിളിച്ചു പറയേണ്ടി വരില്ല. ഞാൻ സ്റ്റേബിൾ ആണ് എന്ന് നിങ്ങൾക്ക് എപ്പോഴും പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ അത്രയ്ക്ക് അൺസ്റ്റേബിൾ ആയിപ്പോയോ? എത്ര വ്യക്തമായാണ് അദ്ദേഹം മോദിയുടെ പ്രസംഗത്തെ അവലോകനം ചെയ്തത്. പവൻ ഖേരയെ പോലെ വ്യക്തമായി കാര്യങ്ങൾ പഠിച്ച് കൃത്യമായി അവലോകനം ചെയ്യാൻ കഴിവുള്ള രാഷ്ട്രീയക്കാർ വളരെ കുറവാണ്. കോൺഗ്രസിൽ അത്തരത്തിലുള്ള വളരെയേറെ നേതാക്കളുണ്ട്. പക്ഷേ BJP-യിൽ ഒന്നുപോലുമില്ല എന്നുള്ളതാണ് വാസ്തവം. തലച്ചോറില്ലാത്തവരുടെ കൂട്ടത്തിൽ തലച്ചോറുള്ളവർ ഉണ്ടാവില്ലല്ലോ, അല്ലേ? രാജ്യത്തെ ബുദ്ധിയുള്ള വിവേകമുള്ള ആളുകളെയും ജെൻ സിയെയും ഇന്റലിജന്റ് നക്സൽ എന്ന് വിളിച്ച
മോദിയുടെ വാക്കുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?